തൻ്റെ കാമുകൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി 10 മാസം ചുമന്ന് പെറ്റ തൻ്റെ സ്വന്തം കുഞ്ഞിനെ ക്രൂരമായിട്ട് കടലിലെറിഞ്ഞ് കൊന്ന ശരണ്യ എന്ന് പറഞ്ഞ സ്ത്രീയാണിത്. വളരെ വേദനാകരമായിട്ടുള്ളൊരു സംഭവമാണിത്. കാരണം നമുക്കറിയാൻ പറ്റും, ഒരമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്ന് പറഞ്ഞാൽ 10 മാസം ചുമന്ന് അതിലുപരി ഒരുപാട് വേദന അനുഭവിച്ചിട്ടാണ്. കാരണം അത്രയും വേദന അനുഭവിച്ചിട്ടാണ് എന്ത് ചെയ്യണത്, ഒരു കുഞ്ഞിന് ജന്മം നൽകണത്. അത്രയും വേദന അനുഭവിച്ചൊരു കുഞ്ഞിന് ജന്മം നൽകിയ ഒരു അമ്മയ്ക്ക് എങ്ങനെയാണ് ആ കുഞ്ഞിനെ ഇത്രയും ക്രൂരമായിട്ട് കൊല്ലാൻ പറ്റുന്നത്? വളരെ സങ്കടമായിട്ടുള്ളൊരു കാര്യമാണ്. ദയവ് ചെയ്തിട്ട് ഇങ്ങനെയുള്ളവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ആ കുഞ്ഞിനെ വേണ്ടാന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് സംരംഭങ്ങളുണ്ട്, അവിടെ കൊണ്ട് ഏൽപ്പിക്കുക. അല്ലെങ്കിൽ കുഞ്ഞിന് വേണ്ടി കൊതിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. കാരണം കല്യാണം കഴിഞ്ഞിട്ടും ഒരുപാട് വർഷങ്ങളായിട്ട് മക്കളില്ലാതെ അതിനു വേണ്ടി കുറേ സ്ഥലങ്ങളിൽ കയറി ഇറങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ അവരിലേക്ക് എത്തിക്കുക. ദയവ് ചെയ്ത് ഇതുപോലുള്ള ക്രൂര പ്രവർത്തികൾ ചെയ്യാതിരിക്കുക. മാത്രമല്ല, ഇതുപോലെ ചെയ്യുന്നവർക്ക് അതിൻ്റെ തക്കതായിട്ടുള്ള ശിക്ഷ എന്ത് ചെയ്യണം, ഗവൺമെൻറ് കൊടുക്കണം. കാരണം അതിൻ്റെ തക്കതായിട്ടുള്ള ശിക്ഷ കൊടുത്താൽ മാത്രമാണ് നാളെ ഒരു സ്ത്രീയും ഇതുപോലെ ചെയ്യാതിരിക്കുകയുള്ളൂ. കാരണം നമ്മുടെ ഒരു നാട്ടിലൊരു വ്യവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു നിയമ നടപടി ശക്തമല്ല അല്ലെങ്കിൽ ശക്തമല്ല. അതുകൊണ്ടാണ് വീണ്ടും ഇതുപോലുള്ള പ്രവർത്തികൾ വരുന്നത്. അതുകൊണ്ട് ഇവളെപ്പോലുള്ളവർക്ക് അതിന് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം. ഇവൾക്ക് എന്തോ നഷ്ടപരിഹാരവും അതുപോലെ തന്നെ ശിക്ഷയൊക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ പറ്റിയത്. എന്നിരുന്നാലും ഇതുപോലുള്ള പ്രവർത്തികൾ ഇനിയും നമ്മുടെ നാട്ടിലില്ല, ഉണ്ടാവാതിരിക്കട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വേണ്ടാന്നാണ് തോന്നുന്നത്, അതും പിഞ്ച് മക്കളെ നിങ്ങൾക്ക് വേണ്ടാൻ തോന്നുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സ്ഥലങ്ങളിൽ എത്തിക്കുക. അവിടെ അവർ സുരക്ഷിതരായിരിക്കും. ദയവ് ചെയ്ത് ഇതുപോലെ കൊല്ലാതിരിക്കുക.